ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ഡസ്റ്ററാണ്. ഈ ഡസ്റ്ററിൻ്റെ AC ബ്ലോവർ മോട്ടർ നോയ്സ് ആയിട്ടാണ് നമ്മൾ അഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ AC ബ്ലോവർ മാറാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അഴിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റിനോൾട്ട് ഡസ്റ്റർ എത്ര സമയം വേണം AC ബ്ലോവർ മാറ്റാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പറയുക. കാരണം എന്ന് പറയുന്നത് റിനോൾട്ട് ഡസ്റ്ററിൻ്റെ AC ബ്ലോവർ മാറ്റാൻ കുറച്ചധികം സമയം വേണ്ടതുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ അതിന് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്, എനിക്ക് ഇപ്പം തന്നെ AC ബ്ലോവർ മാറ്റിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, ഇതൊക്കെ എന്തഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെയറിങ്ങും കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡൊക്കെ അഴിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ AC ബ്ലോവർ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ AC ബ്ലോവറൊക്കെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സെറ്റപ്പും അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു വൃത്തികെട്ട ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അതേമാതിരി തന്നെ ഈ ഒരു വാഹനത്തിൽ ഡാഷ്ബോർഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് AC ബ്ലോവർ അഴിക്കാം. അല്ലാതെ ഒരു മാർഗ്ഗമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ AC ബ്ലോവർ അഴിക്കാവുന്നതിന് വേണ്ടിയിട്ട് ഡാഷ്ബോർഡ് അഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ വാഹനത്തിൻ്റെ AC ബ്ലോവർ മാറ്റാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്താണ് ഈ ഒരു AC ബ്ലോവർ കൊണ്ടുവച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മളിപ്പോൾ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് അഴിച്ച് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിലോട്ട് മാറ്റി ഇത് കണ്ടല്ലോ, ഇത്രത്തോളം അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും AC ബ്ലോവറിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ, AC ബ്ലോവറിൻ്റെ ലൊക്കേഷനാണ് ഈ ഒരു കോർണറിൽ കൊടുത്തിട്ടുള്ളത്. ഈ മുകളിൽ ഇതിൻ്റെ അകത്തായിട്ടാണ് AC ബ്ലോവർ വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ AC ബ്ലോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇതിൻ്റെ AC ബ്ലോവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നോയ്സ് ആയിട്ടാണ് നമ്മൾ അഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ AC ബ്ലോവറിൻ്റെ ഈ ഫാൻ ലീഫ് പൊട്ടിയത് കൊണ്ടാണ് ഇത് മെയിനായിട്ട് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ ഒരു സാധനം ഇവിടെ അഴിക്കുന്നതിന് വേണ്ടി വേറെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഡാഷ്ബോർഡ് അഴിക്കുക അല്ലാതെ ഇതിന് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഈ ഒരു AC ബ്ലോവർ നമ്മൾ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നല്ല നല്ല ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ഈ ചാനൽ. വാഹനങ്ങളുടെ വർക്കും കാര്യങ്ങളും ചെയ്യുന്ന ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് എൻ്റെ ഈ ചാനലിലുള്ളത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.